5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. ഇതിനു മുമ്പും തിരുവാഭരണം മോഷണം പോയിട്ടുണ്ട്. ഓർമ്മയില്ലേ രുദ്രന്? അന്നാ കള്ളനെ പിടികൂടി കയ്യും കാലും കെട്ടി ദേവിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയത് ഈ ജനകനാ. ആ കള്ളന്റെ പേര് പ്രതാപൻ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ രുദ്രപ്രതാപന്റെ അച്ഛൻ പ്രതാപൻ. മറന്നുപോയോ രുദ്ര? സാർ, ജനകനും മകളും ചേർന്ന് തിരുവാഭരണം മോഷ്ടിച്ചു എന്നുള്ളത് രുദ്രന്റെ മാത്രം അഭിപ്രായമാ. ഞങ്ങളാരും അത് വിശ്വസിക്കില്ല. ജനകനെയും പാറുവിനെയും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ജനകൻ ചേട്ടൻ അന്ന് കള്ളനെ പിടിച്ച് തന്നതുകൊണ്ട് ഇന്ന് ജനകൻ ചേട്ടൻ മോഷ്ടിക്കില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അന്ന് ജനകൻ ചേട്ടന് കാശിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, കടങ്ങളുണ്ടായിരുന്നില്ല, സ്വന്തമായിട്ട് ഒരു വീടും ഇഷ്ടം പോലെ നിലങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് ജനകൻ ചേട്ടന്റെ അവസ്ഥ അതല്ല. തീർത്താലും തീരാത്തത്ര കടബാധ്യതകളുണ്ട്. ഉണ്ടായിരുന്ന നിലങ്ങൾ മുഴുവൻ പണയത്തില. കാര്യമായ വരുമാനവും ഇല്ല. കടങ്ങൾ തീർക്കാൻ വഴിയില്ലാത്തതുകൊണ്ടേ ദേവിയുടെ തിരുവാഭരണത്തിൽ കൈവച്ചതാകാനും സാധ്യതയില്ലേ? എന്താ സാധ്യതയില്ലേ? അതിന് തന്നെ സാധ്യത. പുര നിറഞ്ഞു നിൽക്കുന്ന പെൺമക്കളെ ഒന്നല്ല രണ്ടാ. ഒരു മകനുണ്ടായിരുന്നത് മൂത്തവളെ കെട്ടിക്കാൻ വെച്ചിരുന്ന പൊന്നും പണവും കൊണ്ട് ഏതോ ഒരു പെണ്ണിനെയും കൊണ്ട് നാട് വിട്ടുപോയി. പെൺമക്കളെ എങ്ങനെങ്കിലും കെട്ടിച്ചയക്കണ്ടേ? കടക്കാരുടെ കയ്യിൽ നിന്ന് വീടും നിലങ്ങളും എല്ലാം തിരിച്ചെടുക്കണ്ടേ? അതിനെന്താണൊരു വഴിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ തിരുമേനി തിരുവാഭരണ പെട്ടിയുടെ താക്കോല് ജനകൻ ചേട്ടനെ ഏൽപ്പിക്കുന്നു. കാശിന്റെ ബുദ്ധിമുട്ട് തീർക്കാൻ ദേവി കാണിച്ചു കൊടുത്ത ഒരു വഴിയാന്ന് കരുതിയിട്ടുണ്ടാവും ഈ പാവങ്ങള്. തിരുവാഭരണം മോഷ്ടിച്ചത് ജനകൻ ചേട്ടൻ തന്നെയാണെന്നാ എന്റെ വിശ്വാസം. സാറേ, പോലീസ് മുറയിൽ ചോദിച്ചാ ജനകൻ ചേട്ടനും ചേട്ടന്റെ മോളും സത്യം പറയും. എല്ലാവർക്കും നിങ്ങളെയാ സംശയം. സംശയമെന്ന് പറയാൻ പറ്റില്ല. കാരണം തിരുവാഭരണം സൂക്ഷിച്ചിരുന്ന പെട്ടിക്കോ ആ പെട്ടി സൂക്ഷിക്കുന്ന സേഫ് ലോക്കറിനോ ഒരു പോറൽ പോലുമില്ല. താക്കോൽ ഉപയോഗിച്ച് തന്നെ ആയിരിക്കും രണ്ടും തുറന്നിരിക്കുന്നത്. ആ താക്കോലുകളാകട്ടെ നിങ്ങളുടെ കയ്യിലുമായിരുന്നു. അപ്പോ അത് വെറും സംശയം അല്ലല്ലോ. കഷ്ടകാലം ഉള്ളപ്പോഴാണല്ലോ ഓരോ പൊട്ടബുദ്ധികൾ തോന്നുക. ജനകന്റെ നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോയതായിരിക്കും. ജനക, വേറൊരു വഴിയും കാണാത്തത് കൊണ്ട് നീ ചെയ്തു പോയതാണെന്ന് ഞങ്ങൾക്കറിയാം. നിന്നെ ജയിലിൽ കയറ്റണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹവുമില്ല. ആ തിരുവാഭരണം നീ തിരുമേനി ഏൽപ്പിക്കേ. ഗോപാല, ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഞാൻ അനുഭവിക്കാത്ത പെടാപ്പാടുകളൊന്നുമില്ല. കിണറുവെള്ളം കോരിക്കുടിച്ച് വിശപ്പടക്കിയിട്ടുണ്ട്. ദേവകിയും നല്ല പ്രായത്തിലുള്ള എന്റെ ലക്ഷ്മിയെ കൊണ്ട് ആൽത്തറയിൽ അന്തി ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങിയെന്ന് പറയാൻ കഴിയില്ല. മോളും ഭാര്യയും ഉറങ്ങുമ്പോ കണ്ണു പൂട്ടാതെ കാവൽ നിൽക്കുക ഞാൻ ചെയ്തത്. അത്രയ്ക്കും കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും ആരുടെ ഒരു നയാ പൈസ പോലും ഞാൻ കട്ടിട്ടില്ല. അങ്ങനെ ഒരു വഴി ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല.
കരഞ്ഞുകൊണ്ട് ഞാൻ അമ്മയെന്ന് വിളിക്കുമ്പോ കേൾക്കാൻ എന്റെ സ്വന്തം അമ്മയില്ല. പക്ഷേ വെള്ളച്ചാൽ ഭഗവതിയുണ്ട്. ആ ഒരു വിശ്വാസവുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്റെ ദുരിതപ്പാടുകളെല്ലാം ദേവീരോസം തീർത്തുന്ന വിശ്വാസത്തോടെയാ ഞാൻ മുന്നോട്ട് ജീവിക്കുന്നത്. അമ്മയുടെ മുതലിൽ കൈവച്ച് ആ ശാപം കൂടെ ഞാൻ ഇറന്നു വാങ്ങില്ല. തിരുവാഭരണം കാണാതെ പോയതിൽ എനിക്ക് ഒരു മനസ്സറിവുമില്ല. നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഞങ്ങൾ വിശ്വസിക്കണോ അല്ലേ? വിശ്വസിക്കാം. ഞാൻ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം തന്നാ മതി. ക്ഷേത്രത്തിൽ കനൽ കലശത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോ നിങ്ങളും പാറുവും ഇവിടെ ഉണ്ടായിരുന്നില്ല. എവിടെയായിരുന്നു നിങ്ങൾ? ഇത് പാറു ജോലി ചെയ്യുന്ന കമ്പനിയിലെ മാഡമാ. പാറുവിന്റെ കൂടെ ഉത്സവം കാണാൻ വന്നതാ. ഈ മാഡത്തിന്റെ വില കൂടി ഒരു മാല കളഞ്ഞുപോയി. അത് തിരയാൻ ഞാനും ഈ മാഡവും വീട്ടിൽ പോയിരിക്കായിരുന്നു. പട്ടണത്തിൽ നിന്ന് വന്ന ഒരു മാഡം സാക്ഷിയുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ മാഡത്തിന്റെ കൂടെ വീട്ടിലായിരുന്നു. അപ്പൊ പാറു ഉത്തരമില്ല അല്ലേ? ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി നിങ്ങൾ പറയണ്ട, തിരുമേനി പറയും. തിരുമേനി, പാറുവിനെ തിരുമേനി എവിടെ വെച്ചാ കണ്ടത്? പാറു, ക്ഷേത്രത്തിൽ കനൽ കലശത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുമ്പോ നീ എന്തിനാ കഴകപ്പുറയെ പോയത്?